രാവിലെ തന്നെ ഏതൊരു മുട്ടം പണിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ വീട്ടിലെ പൂച്ചക്ക് ദോശ കൊടുക്കുമ്പോൾ പൂച്ച കയറി മാന്തി. ഇവന്റെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്നറിയാം, ഇവൻ ചെറിയ വേദനയിലാന്ന് കരയേയില്ല, വീട്ടിൽ പറയുകയില്ല. കുളിപ്പിക്കുമ്പോൾ മുറിവ് കണ്ടിട്ട് ഞാൻ ചോദിച്ചേരാ പറയുന്നത് രാവിലെ പൂച്ച മാന്തിയതാന്ന്. അപ്പൊ തന്നെ ഹെൽത്ത് സെന്ററിൽ പോയിട്ട് വാക്സിൻ എടുത്തു. ഹെൽത്ത് സെന്ററിൽ IDRV മാത്രമേ ഉള്ളൂ, മുറിവുള്ളതുകൊണ്ട് ARSും കൂടി എടുക്കണം. അവരതുകൊണ്ട് കണ്ണൂർ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അവർ ആദ്യം തന്നെ ARSന്റെ ഒരു ടെസ്റ്റ് ഡോസ് എടുത്തു. അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ലാന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ അവരെ ഫുൾ ഡോസ് വാക്സിൻ എടുക്കുകയുള്ളൂ. ആ അരമണിക്കൂർ തികക്കാൻ ഞാനും എൻ്റെ കൂടെ വന്ന ദ്രുപദം കുറച്ച് അധികം തന്നെ കഷ്ടപ്പെട്ടു. ഏതാ ഫുൾ ആക്റ്റീവ് ആയിരുന്നു. അടുത്തൊരു മണിക്കൂർ കരഞ്ഞിരിക്കേണ്ടി വരുന്ന ഓന് ആദ്യം മനസ്സിലായെന്ന് തോന്നുന്നു. 12:55 ആടുന്ന് ഇഞ്ചക്ഷൻ വെക്കുന്നത്. കറക്റ്റ് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് 1:55 ആടുന്ന് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. രാവിലെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചാണ്. 1 മണിക്കൂറൊന്നും കൊടുക്കാനും പറ്റൂല, പുറത്തൊന്നും പോകാനും പറ്റൂല. വിശപ്പും ഇഞ്ചക്ഷന്റെ വേദനയും എല്ലാം കൊണ്ട് സൈഡായി. എങ്ങനെയല്ലോ 1 മണിക്കൂറാക്കി തിരിച്ചു പോകാൻ നോക്കുമ്പോഴത്തേക്കാണ് ലിഫ്റ്റ് കണ്ട്. അപ്പാടെ പറഞ്ഞ് ലിഫ്റ്റ് കയറണം. അങ്ങനെ ഒരാവശ്യമില്ലാണ്ട് ലിഫ്റ്റിൽ 4ാമത്തെ നില വരെ പോയിട്ട് തിരിച്ചു വന്നു. കൊടലെന്നാണെങ്കിൽ രാമായണം വായിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെയെങ്കിലും കുറച്ച് പുണ്യം കിട്ടിട്ട് വിചാരിച്ചു. പൂച്ച മാന്തിയിട്ട് ഇഞ്ചക്ഷൻ വെച്ച വിഷമേദന ചിക്കൻ കാലിനോട് തീർക്കുമ്പോൾ ഞാൻ പറഞ്ഞു മൊത്തം അതിനോട് തീർക്കണ്ട, ഇനി ഇഞ്ചക്ഷൻ വെക്കാനുള്ളതാണ്. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.